രാജ്യത്തെ ഞെട്ടിച്ച് മറ്റൊരു വിമാനാപകടം കൂടി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. വിമാനത്തിൽ സഞ്ചരിച്ച 5 പേരും കൊല്ലപ്പെട്ടതായി DGCA ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ തൻ്റെ തട്ടകമായ ബാരാമതിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. മുംബൈയിൽ നിന്ന് ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് ചെറുവിമാനം പറന്നുയർന്നത്. ബാരാമതി വിമാനത്താവളത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിമാനം തകർന്നു വീണത്. ഡൽഹി ആസ്ഥാനമായ VSR വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്രൈവറ്റ് ബിസിനസ് ക്ലാസ് ജെറ്റ് വിമാനമാണ് തകർന്നു വീണ ലിയർ ജെറ്റ് 45XR. ലാൻഡ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തകർന്നു വീണു. പിന്നാലെ വിമാനം രണ്ടായി പിളരുകയായിരുന്നു. വിമാനം പൂർണ്ണമായും കത്തിയമർന്നു. അതിനിടെ അജിത് പവാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അപകടം നടക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് വിക്കിപീഡിയ ഇത് എഡിറ്റ് ചെയ്തു എന്നാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. ഈ അവകാശവാദത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ അവകാശവാദം തെറ്റാണെന്നാണ് വെളിപ്പെടുത്തൽ. ആർക്കും എഡിറ്റ് ചെയ്യാവുന്ന ഒരു സ്വതന്ത്ര വിജ്ഞാനകോശമാണ് വിക്കിപീഡിയ. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവർക്കും വിക്കിപീഡിയ പേജുകൾ എഡിറ്റ് ചെയ്യാം. വിക്കിപീഡിയയുടെ സെർവറുകൾ പ്രവർത്തിക്കുന്നത് കോഓർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം അഥവാ UTC മേഖലയിലാണ്. ഇന്ത്യയിലെ സമയം IST ആണ്. IST UTCയേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. വിക്കിപീഡിയയിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അതിൽ വരുന്നത് രാജ്യാന്തര സമയമായിരിക്കും. ഇതാണ് നേരത്തെ അപ്ഡേറ്റ് ചെയ്തതായി തെറ്റിദ്ധരിച്ചത്. അതിനിടെ സംഭവത്തിൽ മഹാരാഷ്ട്ര പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനാപകടത്തിൻ്റെ കാരണമെന്താണെന്ന് കണ്ടെത്താൻ DGCAയും അന്വേഷണം ആരംഭിച്ചു. 2ാം തവണയും ലാൻഡിംഗ് നടത്താനുള്ള ശ്രമത്തിലാണ് വിമാനം തകർന്നു വീണ് പൊട്ടിത്തെറിച്ചത്. സാങ്കേതിക പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രാഥമിക വിവരം. ശരത് പവാറിൻ്റെ അന്ത്യകർമ്മങ്ങൾ ബാരാമതിയിൽ നടത്തുമെന്ന് സഹോദരൻ ശ്രീനിവാസ് പവാർ അറിയിച്ചു. വ്യാഴാഴ്ചയായിരിക്കും അന്ത്യകർമ്മങ്ങൾ നടക്കുക. അജിത് പവാറിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന 4 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. അജിത് പവാറും സുരക്ഷാ ഉദ്യോഗസ്ഥനും സഹായിയും പൈലറ്റും ജീവനക്കാരനുമാണ് മരിച്ചത്. വിമാനം ലാൻഡിങ്ങിന് വേണ്ടി റൺവേ ലക്ഷ്യമാക്കി നീങ്ങുന്നതിനിടെ ഏകദേശം 100 അടി മുകളിൽ നിന്നുമാണ് താഴേക്ക് പതിച്ചതെന്നാണ് അപകടം നേരിൽ കണ്ടയാൾ പറയുന്നത്. വിമാനം താഴേക്ക് ഇറങ്ങുന്ന രീതി കണ്ടപ്പോൾ തന്നെ അസ്വാഭാവികത തോന്നിയിരുന്നു. തൊട്ടു പിന്നാലെ നിലത്തേക്ക് പതിച്ചു. തകർന്നു വീണ ഉടൻ തന്നെ വിമാനം വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയും വലിയൊരു അഗ്നിഗോളമായി മാറുകയും ചെയ്തുവെന്നും ദൃക്സാക്ഷി ദേശീയ മാധ്യമമായ NDTVയോട് പറഞ്ഞു.